അമ്മേ, അവരിപ്പോ ആശുപത്രിയിൽ എത്തിക്കാണും. എനിക്കെന്റെ കാലൊന്നും നേരെ നിൽക്കുന്നില്ല അമ്മേ. എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ പ്ലീസ്. എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അമ്മേ, നിനക്ക് കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നേ? അമ്മേ, എനിക്ക് വെള്ളമൊന്നും വേണ്ട. എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ. എടാ, അവളെ എന്ത് ചെയ്യാനാ? ഇതൊരു കുഞ്ഞ് ജനിക്കുന്ന കാര്യമാ. നീ വിചാരിക്കുന്നിടത്തൊന്നും നിക്കില്ല. നമ്മളിപ്പോ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പിന്നെ നീ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും മോനെ. അങ്ങനെ പറയല്ലേ അമ്മേ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെയാ. ആ കുഞ്ഞ് ജനിച്ച എന്റെ കുഞ്ഞാണെന്നെങ്ങാനും അമ്മാവൻ തിരിച്ചറിഞ്ഞ പിന്നെ അമ്മാവൻ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിപ്പിക്കും. ജീവിതകാലം മുഴുവൻ അവളും ആ കുഞ്ഞും എന്റെ തലയിലാവും. എന്റെ ജീവിതം അതോടെ തീരും അമ്മേ. എന്റെ ആഗ്രഹങ്ങളും അമ്മയുടെ സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതെയാവും. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത അതിന്റെ ബലം വിപരീതാവുന്ന അമ്മ പറയാറ്. അമ്മ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. പ്ലീസ് അമ്മ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല അമ്മ. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ, എന്നെ രക്ഷിക്കമ്മ. നീ എണീക്ക്, എഴുന്നേക്ക്. ദീപക്കെ, നീ സമാധാനിക്ക്. നിന്റെ തെറ്റുകളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? എല്ലാം നീ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ലേ? ബാക്കി അമ്മ നോക്കിക്കോളാം. അമ്മേ, അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിനി അധികം സമയമില്ല. ദീപക്കെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അമ്മയില്ലേ നിന്റെ കൂടെ? ആ കുഞ്ഞ് ജനിക്കില്ല. ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ ഭൂമിയിലെ വെളിച്ചം കാണില്ല. ആ കുഞ്ഞ് പ്രാണവായു ശ്വസിക്കില്ല. നിനക്കതുപോലെ. മതി അമ്മേ, എനിക്കത് മതി. എന്ന് പറഞ്ഞ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? എന്ന് വെച്ചാൽ ഡെലിവറിക്ക് അല്പം റിസ്ക് ഉണ്ട്. നിങ്ങളോട് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഉള്ളതുപോലെ ഞാൻ പറയാം. ദിവ്യയുടെ ഡെലിവറി അല്പം ക്രൂഷ്യൽ സിറ്റുവേഷനില. ഡോക്ടറെ, BP വളരെ കൂടുതലാ. HBയും ഷുഗർ ലെവലും വളരെ കൂടുതലാ. നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിലും സിസേറിയൻ നടത്തുന്നതിലും റിസ്ക് ഉണ്ട്. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. മോസ്റ്റ്ലി കുഞ്ഞിനെ ജീവനോടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒരു സർജറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്ത് ദിവ്യയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനാവോ? ഡോക്ടർ രാജു, നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഒരു തീരുമാനം പറയും? പ്ലീസ്, ഒരു ഡിസ്കഷനുള്ള സമയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. രാജു, ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ. നിങ്ങൾ എന്തായി പറയുന്നേ? ആലോചിച്ച് നിൽക്കാനുള്ള സമയമാണോ ഇത്? താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഡോക്ടർ വിചാരിക്കുന്നതിലും വലിയൊരു തുക ഈ അംബിക തന്നിരിക്കും. ഇത് അംബിക വർമ്മയുടെ വാക്കാ. യാതൊരു കാരണവശാലും അവരാ ഹോസ്പിറ്റൽ വിട്ട് മറ്റൊരിടത്തേക്ക് പോകരുത്. ഡോക്ടർ അവരോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയാ പ്രസവിക്കാൻ പോകുന്ന ദിവ്യയുടെ ജീവന് അത് ആപത്താണെന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറയണം. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അംബിക മാഡം ധൈര്യമായിട്ടിരിക്കെ. ഇല്ല, ഞാൻ ഏറ്റുന്നേ. ഓക്കെ മാഡം. ഓക്കെ ഡോക്ടർ. ദീപക്കെ, കുറച്ച് കടന്ന കയ്യാടാ. പക്ഷേ നിനക്ക് വേണ്ടി ഈ പാപം എനിക്ക് ചെയ്യാതിരിക്കാനാവില്ലടാ. ഒരുപാട് പാപങ്ങൾ ചെയ്ത ഈ അമ്മയുടെ കയ്യിൽ മറ്റൊരു പാപത്തിന്റെ കറ കൂടി. സാരയില്ല, നരകിച്ച് മരിക്കേണ്ടി വന്നാലും
അതെന്റെ മകന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോ അതെനിക്കൊരാശ്വാസമാ. അമ്മേ, അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദേഷ്യം വന്നപ്പോ പലപ്പോഴും ഞാൻ അമ്മയോട് അതിരുവിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുമുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ എന്താടാ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? നീയേ അംബികയുടെ മകനാ. ആകാശം ഇടിഞ്ഞു വീണാലും അത് നിന്റെ ശരീരത്തിൽ വീഴാതെ നോക്കേണ്ടത് എന്റെ കടമയാ മോനെ. നീ കൂളായിട്ട് ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കൂടെ അമ്മയുണ്ട് മോനെ. നീ ഒന്ന് സമാധാനപ്പെടേ. നിന്റെ അമ്മ അങ്ങനെ ആ കുഞ്ഞ് ഈ ഭൂമിയിലെ വെളിച്ചം കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. അമ്മേ, അപ്പൊ അമ്മയ്ക്ക് വേറൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നല്ലേ? പറ അമ്മേ, അമ്മയ്ക്ക് വേറെ പ്ലാൻ ഇല്ലേ? ഉണ്ട് മോനെ. ആ കുഞ്ഞിനെ പരുന്തിനെ പോലെ റാഞ്ചിയെടുക്കാൻ കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. ഹലോ അംബിക മാഡം. ഹലോ ജയ്സ. എല്ലാം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട മാഡം, എല്ലാം ഈ ജേസൺ ഏറ്റു.